ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസിക്സ് ഗുരു. നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുമില്ല, കഴിഞ്ഞ വീഡിയോ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീറ്റ് JEE പോലുള്ള എൻട്രൻസ് എക്സാമിന് ഫിസിക്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അറൗണ്ട് ഒരു 300 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓവറോൾ വേരിയസ് ചാപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതിപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്, അതായത് 5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യും. ബാക്കി 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹോം വർക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരും. നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷനിനെ പ്ലെയിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഏതൊക്കെ, അതല്ലെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാമിന് ഏതൊക്കെയാണ് വരിക, ആ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് അധികം വർക്കൗട്ട് ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല എൻട്രൻസ് എക്സാമിന്, കാരണം അത്ര റിപ്പീറ്റ് ആയിട്ടൊന്നും പ്രീവിയസ് വരില്ല. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളത് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്കത് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെ പഠിച്ചിട്ടൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻട്രൻസ് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ എന്താണ് ചോദിക്കുന്നത്, അതിലെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു പേപ്പറിൽ മോഷനെ പ്ലെയിനിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒരു കൺസെപ്റ്റ് മാപ്പായിട്ടോട് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ കൺസെപ്റ്റ് മാപ്പിൽ ആ ചാപ്റ്ററിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്ന് മാത്രം നോക്കുക, അതിൽ ഡീപ്പായിട്ട് പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ മോഷനെ പ്ലെയിനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ കമ്പോണൻസ് കൊടുത്തിട്ടുണ്ട്. കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്റ്റൈൽ മോഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് എന്തായാലും ചോദിക്കാറുണ്ട് എൻട്രൻസ് എക്സാമിന്. പക്ഷേ റിപ്പീറ്റ് അല്ല, വേരിയസ് തരത്തിലായിരിക്കും, പല തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആംഗിൾ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടൈം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഹൈറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് പറയുന്ന കാര്യം. അതുപോലെ ആ ചാപ്റ്ററിൽ വരുന്ന 2 വെക്റ്റർ അഡീഷൻ ലോ ഉണ്ട്. ഒന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടും നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വെക്റ്റേഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് ഉണ്ട്. സീറോ വെക്റ്റർ ഉണ്ട്, യൂണിറ്റ് വെക്റ്റർ ഉണ്ട്, ഈക്വൽ വെക്റ്റേഴ്സ് ഉണ്ട്, നെഗറ്റീവ് വെക്റ്റർ ഉണ്ട്, കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് ഉണ്ട്. ദെൻ ആ ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്സാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന. ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും, അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ് നോട്ട് ചെയ്യുക. അതുപോലെ യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആംഗുലർ വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ആംഗുലർ ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ എന്താണ്, അതുപോലെ 2 ഡയമെൻഷനിലാവുമ്പോൾ പൊസിഷൻ വെക്റ്റർ എന്താണ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്താണ്, വെലോസിറ്റി വെക്റ്റർ എന്താണ്, അതുപോലെ ആക്സിലറേഷൻ വെക്റ്ററിൻ്റെ ഇതൊക്കെ എന്താണെന്ന് മാത്രം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും അറിയണം. അതിൻ്റെ എല്ലാ ഇക്വേഷനും പഠിച്ചിരിക്കണം. എൻട്രൻസ് എക്സാമിന് അതുമായി കണക്ട് ചെയ്യുന്ന എല്ലാ ഇക്വേഷനും നമുക്ക് കാണാം. കാരണം ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യേണ്ടതാണ്. അതുപോലെ അതിലെ സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്റ്റേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മോഷനെ പ്ലെയിനിലെ ഒരു ജസ്റ്റ് ഒരു എല്ലാ ഭാഗവും ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാപ്പ് മാത്രമാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യാം, 5 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Okay, here comes your first question, that is, if A and B are 2 vectors, then the correct statements will be. ഓക്കെ, എയും ബിയും 2 വെക്റ്റർ ആണെങ്കിൽ താഴത്തെ നില ഏതായിരിക്കും അതുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്നാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ A cross B is equal to B cross A, സെക്കൻഡ് വൺ A plus B is equal to B plus A, then third one A minus B is equal to B minus A, and ലാസ്റ്റ് വൺ none of this. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാ വരുന്നുണ്ടാവുക, ഓപ്ഷൻ ബി, A വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഇസ് ഈക്വൽ ടു ബി വെക്റ്റർ പ്ലസ് എ വെക്റ്റർ. എന്തുകൊണ്ടായിരിക്കും ആ ഓപ്ഷൻ വരുന്നത്, നമുക്ക് എന്ത് പറയാം, വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ബട്ട് വെക്റ്റർ സബ്സ്ട്രാക്ഷനും വെക്റ്റർ മൾട്ടിപ്ലിക്കേഷനും ഒന്നും കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല. ആ കാര്യം മാത്രം അവിടെ നോട്ട് ചെയ്ത് നോക്കാം. യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. എ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ കൈനറ്റിക് എനർജി ക്യാപിറ്റൽ E. ഇറ്റ്സ് റേഞ്ച് ഈസ് ക്യാപിറ്റൽ R. It will have the minimum kinetic energy after covering a horizontal distance is equal to, that is option A 0.25 R, then second one 0.5 into capital R, then third one 0.75 R, and last one R. ഓക്കെ, അതായത് ഒരു പ്രൊജക്ടൈലിന് കൈനറ്റിക് എനർജി ക്യാപിറ്റൽ E ഉണ്ട്. അതിൻ്റെ മാക്സിമം റേഞ്ച് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്ന ക്യാപിറ്റൽ R ആണ്. എങ്ങനെയെങ്കിൽ ഏത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലായിരിക്കും മിനിമം കൈനറ്റിക് എനർജി ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ.
ഷുവറായിട്ടും ആൻസർ 0.5 ആയിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മതി അല്ലേ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മിനിമം ഉണ്ടാവുക ഹയസ്റ്റ് പോയിന്റിലാണ് കൈനറ്റിക് എനർജി മിനിമം ഒരു പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് h is equal to അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് is equal to 0.5 into capital letter R ആയിരിക്കും. And your third question is the velocity of projection of a body is increased by 2%. Other factors remaining unchanged. What will be the percentage change in the maximum height? ഓക്കെ, വെലോസിറ്റി അതായത് ഇനീഷ്യൽ വെലോസിറ്റിയിൽ എന്ത് ചേഞ്ച് വരുന്നുണ്ട്? 2% ചേഞ്ച് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഓർ ഫാക്ടേഴ്സ് ഒക്കെ അതിൽ ചേഞ്ച് ഒന്നുമില്ല, കോൺസ്റ്റൻ്റ് ആണ്, അൺചേഞ്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റിൽ എത്ര ചേഞ്ച് ഉണ്ടാവുക? യുവർ ഓപ്ഷൻസ് ആർ 2%, 3%, 4% ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 6%. ഏതായിരിക്കും ആൻസർ വരിക? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 4% ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് 4% വരെ നോക്കാം. വി ഹാവ് മാക്സിമം ഹൈറ്റ് h maximum or h is equal to u square sin square theta by 2g. Then the percentage error in the height will be delta h by h is equal to 2 into delta u by u. നമുക്കറിയാം പവർ എക്സ്പോണൻസ് വരുന്ന സമയത്ത് അതിൻ്റെ എറർ എന്ന് പറയുന്നത് ആ പവർ ഇൻറ്റു ഇവിടെ പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ യു ബൈ യു. ബാക്കിയുള്ള ടേംസിൽ എന്തുണ്ടാവില്ല, ബാക്കി സൈൻ സ്ക്വയർ തീറ്റയിലോ 2gയിലോ അതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വരുന്ന വാല്യൂസാണ്. അതിൽ എന്തുണ്ടാവില്ല, എറേഴ്സ് വരാൻ ചാൻസ് ഇല്ല. അവിടെ ഇനീഷ്യൽ വെലോസിറ്റിയിൽ മാത്രമാണ് ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വി ഹാവ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ഡെൽറ്റ യു ബൈ യു ഈക്വൽ ടു 2% ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇസ് ഈക്വൽ ടു 2 into 2 ദാറ്റ് ഈസ് 4% ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. Then your fourth question is here. The horizontal range of a projectile fired at an angle of 15 degree is 50 meter. If it is fired with the same speed at an angle of 45 degree, its range will be. ആദ്യം ഒരു പ്രൊജക്റ്റൈൽ 15 ഡിഗ്രിയിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഫയർ ചെയ്ത സമയത്ത് 50 മീറ്റർ പോയിട്ടാണ് നിന്നത്. അതിന് പകരം 15 ഡിഗ്രിക്ക് പകരം 45 ഡിഗ്രിയിലാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫയർ ചെയ്യുന്നതെങ്കിൽ എത്ര റേഞ്ചിൽ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അപ്പുറമായിരിക്കും പോയി വീഴുന്നുണ്ടാവുക? യുവർ ഓപ്ഷൻസ് ആർ 100 മീറ്റർ, 60 മീറ്റർ, 71 മീറ്റർ ആൻഡ് 141 മീറ്റർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റിന് ആൻസർ എന്ന് പറയുന്നത് 100 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കി ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസിൽ ആ ഫിഗർ നോട്ട് ചെയ്യേണ്ട ആംഗിൾ തീറ്റയാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. ഇനീഷ്യൽ വെലോസിറ്റി സ്മോൾ ലെറ്റർ U. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെൻ ദ ആംഗിൾ ഈസ് 15 ഡിഗ്രി. തീറ്റ ഈക്വൽ 15 ഡിഗ്രി ആവുന്ന സമയത്ത് റേഞ്ച് തന്നിട്ടുണ്ട് 50 മീറ്റർ എന്ന് നമുക്ക് ഇനീഷ്യലി തന്നായിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇനീഷ്യലി നമുക്ക് ആംഗിൾ 15 ഡിഗ്രി ആകുമ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ കേസിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച് R is equal to u square sin 2 theta by g ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഗിവൺ R is equal to 50 നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ആയിട്ട് നോക്കാം കേട്ടോ. R is equal to 50 തന്നിട്ടുണ്ട്. u square sin 2 theta എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് g എന്ന് പറഞ്ഞാൽ 9.8. ഇതും ജസ്റ്റ് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് യുവിൻ്റെ വാല്യൂ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 31.3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എനിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തീറ്റ 15 ഡിഗ്രി എന്നും റേഞ്ച് 50 മീറ്റർ എന്ന് പറയുന്ന ഡാറ്റ നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കേസിൽ 45 ഡിഗ്രി ആകുമ്പോൾ എത്രയായിരിക്കും റേഞ്ച് കാണുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? u square sin 2 theta by g എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ റേഞ്ചിൽ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ u square എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള 980. ഓക്കെ, 980 ആണെന്നുള്ള വാല്യൂ അവിടെ കൊടുക്കുക. 980 എന്ന് കൊടുക്കുക. ദെൻ സൈൻ 2 തീറ്റ ഇവിടെ ഈ കേസിൽ എത്രയാണ് കൊടുക്കേണ്ടത്? 45 ഡിഗ്രി കൊടുത്തു. g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 980 ഡിവൈഡഡ് ബൈ 9.8 ദാറ്റ് ഈസ് 100 മീറ്റർ എന്നായിരിക്കും അവിടെ ആൻസർ കിട്ടുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യുവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദറ്റ് ഈസ് എ ബോഡി ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇറ്റ് വിൽ ഹിറ്റ് ദ ഗ്രൗണ്ട് ആഫ്റ്റർ എ ടൈം ഓഫ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ടൈം എത്ര? ഓക്കെ, യുവർ ഓപ്ഷൻസ് ആർ 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ് ആൻഡ് 1 സെക്കൻഡ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിരിക്കും വരിക. അപ്പോൾ എങ്ങനെയാണ് t=1 സെക്കൻഡ് വന്നത് നമുക്ക് നോക്കാം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടല്ലേ, ടൈം ഓഫ് ഫ്ലൈറ്റ്. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൺസെപ്റ്റ് മാപ്പ് പറഞ്ഞതാണ് പ്രൊജക്റ്റൈൽ മോഷനാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിന്നൊക്കെ നീറ്റുകയും ചെയ്യുകയൊക്കെ ചോദിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുക. മോഷൻ പ്ലെയിനിൽ അല്ലെങ്കിൽ കൈനമാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പ്രൊജക്റ്റൈൽ മോഷൻ ഡീപ്പായിട്ട് വരുന്നൊരു ടോപ്പിക്സ് ആണ്. ദെൻ ഈ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് വി ഹാവ് t is equal to u sin theta by g given
യു ഈക്വൽ 9.8 കൊടുത്ത് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തീറ്റ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഡിവൈഡ് ബൈ ജി ഈക്വൽ 9.8. നമുക്കറിയാം ട്രിഗോണോമെട്രിൻ്റെ വാല്യൂസ് അറിയണം. വി ഹാവ് sin 30 ഓർ വി നോ sin 30 ഈസ് ഈക്വൽ ടു 1/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനൽ ആൻസർ വിൽ ബി ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തത്. ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് given a is equal to I plus j and b is equal to I plus k, then what is the value of scalar product of a and b എന്ന് നോക്കുക. അതിൽ ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്യുക, ഏതായിരിക്കും ആൻസർ വരും എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the displacement y of a body varies with the time t as y is equal to -2/3 t square plus 16 t plus 2, then how long does the body take to come to rest? ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the magnitude of the resultant of two vectors of magnitudes 3 units and 4 units is 5 unit, then what is the angle between two vectors? Then fourth question എന്ന് പറയുന്നത് ഹോം അസൈൻമെൻറ്റിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇഫ് എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഇസ് ഈക്വൽ ടു ഹാഫ് എ ബി, ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ പി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി, ഇഫ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് വെക്ടേഴ്സ് പി ആൻഡ് ക്യൂ ആർ ഈക്വൽ, ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എ ആൻഡ് ബി? അതായത് നിങ്ങൾ ഉപയോഗിക്കേണ്ട എല്ലാം ആംഗിൾ ആണെന്നുള്ളത്, എല്ലാ ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആണ്. പക്ഷേ ആംഗിൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ചെയ്യേണ്ടത് ഓരോന്ന് ഡിഫറൻറ്റ് ടൈപ്പാണ്, ഓരോന്ന് ഡിഫറൻറ്റ് കൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ ഓവറോൾ ഒരു 300 to 400 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ചാനൽ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.